ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി, അതായത് പൊന്നലിയും മേമയും കുട്ടീസും ഞങ്ങളും രാജേഷനും എല്ലാവരും കൂടി ഇന്ന് നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം കേട്ടോ. ഇന്നമ്മമാരാ നിധിയേ, പൊന്നു അമ്മ, തങ്കമ്മ, ലക്ഷ്മി അമ്മ, എത്ര ഇന്നമ്മമാരാ നിധിയേ? ഇതാരാ ഇന്നമ്മ എടുത്താ? കയ്യിലേ കുപ്പിവള ഇത് വളക്കാര് അവിടെ ഞങ്ങൾ ഇന്ന് ചോറ് കൊടുക്കാൻ പോയ അവിടുന്ന് വന്നപ്പോ ഇട്ട് വിട്ടത്. ഓ അവിടെ പോയി എടുത്തു. എല്ലാരും അതന്നെ പറയണത്. ദൈവത്തിന്റെ മകളെ മക്കളല്ലേ, ദൈവക്കുളത്തിന്റെ മക്കളല്ലേ, ദൈവക്കുളത്തിന്റെ മക്കളല്ലേ, ദൈവക്കുളത്തിന്റെ മക്കളല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ അമ്മമാരും കൂടി കൂടിക്കഴിയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അമ്മയുടെ കൂടെ പാല് വാങ്ങാൻ പോയിട്ട് വരികയാണ് ഗൈസ്. രാവിലെ നേരത്തെ അല്ല അവ കരഞ്ഞിട്ട് ഇതാ കോല് മിഠായൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കണോ നിധി? എവിടെ നിധി കിട്ടി? കോല് മിഠായൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ പോയാ? കടയിൽ പോയി തിന്നാനൊക്കെ. കരച്ചിലും തീർന്നു, എല്ലാരും തീർന്നു. ഇത് കിട്ടി. താര കോല് മിഠായി കച്ചിനെ കിട്ടി. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ഇതാ രാജേഷേട്ടൻ എടുത്തിരിക്കുകയാണ്. ആളിതാ കാറിൻ്റെ മേലെ കോലി മിഠായൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മായിയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ നമ്മുടെ കുറുമ്പൻസൊക്കെ മേടിച്ചുകൊണ്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുഞ്ഞിപ്പെണ്ണിന് ഒരു കോലി മിഠായും കിട്ടി. അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 10 മണി കേട്ടോ. എവിടെ പോയി? എന്താ ഇന്നമ്മൻ്റെ കൂടെ പോയിട്ട് വീണ്ടും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട്. എത്ര സിമ്പിൾ ആയിട്ടാ വരുന്നത്. പഞ്ചസാര ഇടാ. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ പപ്പ കിട്ടിയപ്പോൾ ഫുൾ ടൈം പപ്പയുടെ കൂടെയാണ് കേട്ടോ. കാരണം ആൾക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അതിന് വേണ്ടി വെറുതെ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാറ്റ പറഞ്ഞെങ്കിൽ നടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇന്നമ്മമാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടി. അപ്പോൾ നമുക്ക് ഫുള്ള് റെസ്റ്റാണ്. കുട്ടീസിനെ നോക്കാൻ വേണ്ടി ഇത്രയും പേരുണ്ടല്ലോ. അപ്പം ഇല്ലേ ബാ ബാ തിരിക്കട്. കിട്ടി നിധി കിട്ടി. എവിടെ നിധി? എവിടെ ചക്കര നിധിയുടെ?
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ നാരങ്ങയുടെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു. ഞങ്ങളുടെ അവിടെ പറയുന്നത് വടുകപ്പുളി നാരങ്ങ എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് അടിപൊളി കറി വയ്ക്കും, നാരങ്ങ കറി സൂപ്പറായിരിക്കും കേട്ടോ. ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കൂട്ടി കഴിക്കാൻ പറ്റും, സൂപ്പറായിട്ട്. നിങ്ങൾ ഇതുകൊണ്ട് കറികൾ വെക്കാറുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി എന്തായാലും ഞാനിവിടെ ചെയ്യുന്നത്, ഞാനിപ്പോൾ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അമ്മായിനെ കൊണ്ട് വെപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മളത് റെഡിയാക്കിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. അപ്പം ഇത് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നുള്ള പേരും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. തങ്കമ്മ ഒരു സിപ്പപ്പ് കഴിക്കൂ. അവിടെ തെച്ച് കഴിക്ക്. എങ്ങനെ പൊട്ടിച്ചു കൊടുക്കണതാ വാസു കുട്ടി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് സിപ്പപ്പ്. മുഖത്തായി കിടക്കി. എങ്ങനെയുണ്ട് ലക്ഷ്മി? ഒരു സിപ്പപ്പ് കഴിക്കൂ. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും സിപ്പപ്പ് കഴിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? കുഞ്ചിന്റെ പൊട്ടിച്ചു കൊടുക്ക്, പൊട്ടിച്ചു കൊടുക്ക്. മക്കള് കൊണ്ട് തരുന്നത് വാങ്ങടി, സന്തോഷത്തില് കുടിക്ക്. കുടിച്ചോളും കുടിച്ചോളും. പല്ലില്ലാത്ത നിങ്ങൾക്ക് പല്ലില്ലാത്തതല്ലേ ഇത്, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ നാരങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മസാല എന്താ പറയുക, മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പോൾ മല്ലിപ്പൊടി അല്ലേ, ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇത് ഒരു വടുകപ്പുളി നാരങ്ങയാണ്. അതിൽ തെച്ച് തിന്നണു, തെച്ച് കുറുമ്പ് എടുത്ത് തിന്നണു. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി, കല്ലിപ്പന്നെ ഇടണല്ലേ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഉണ്ടാക്കും അല്ലേ. വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കായം വറുത്തിട്ട് അല്ല എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കുക. അങ്ങനെ നമ്മൾ ഉപ്പും മുളകൊക്കെ ആക്കി വെച്ചാൽ അത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി അങ്ങെടുത്ത് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ വടുകപ്പുളി ഇഞ്ചിപ്പൂ നാരങ്ങ റെഡി കേട്ടോ. എന്താ ചെയ്തത് പറ, ആരാ ചെയ്യാൻ പറഞ്ഞിങ്ങനെ പറ, ആരാ ചെയ്യാൻ പറഞ്ഞു പറ. ആരാ വെള്ളമൊക്കെ അവിടെ മൊത്തം വെള്ളമാക്കിയത്? ആരാണ്? ആര് പറഞ്ഞിട്ട്? പേരില്ലേ? ആര്? അപ്പം നിന്റെ മേലെ വെള്ളം ഒഴിക്കുമ്പോൾ നീ എന്താ വേണ്ട പറഞ്ഞില്ല? നീ ഓടി ഒഴിക്കണ്ടായിരുന്നല്ലോ. പൊട്ടിക്ക് നിന്റെ തോല് പൂരത്തക്കടെ പൊട്ടിച്ചിട്ടല്ലേ പറയുമ്പോഴേക്ക് കരയാൻ തുടങ്ങി. ചെയ്യണതിനോണ്ട് കുഴപ്പമില്ല. അവന് ആ ടാങ്കിൽ വെള്ളം മൊത്തം കോരി ഒഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്കുട്ടി വന്നു കേട്ടോ. ചേച്ചിക്കുട്ടി ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്നുണ്ട്, വടക്കഞ്ചേരിയിൽ ബൂട്ട്സ് എന്ന് പറഞ്ഞൊരു കടയിൽ കേട്ടോ, ചെരുപ്പ് കടയിൽ. അപ്പോൾ ചേച്ചി ഞങ്ങളെല്ലാവരും വന്നു പറഞ്ഞപ്പോൾ അമ്മമാരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. വന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി ചേച്ചി പറഞ്ഞു എന്തായാലും ഉണ്ണി എന്നെ അവിടെ കൊണ്ട് വീട് ഉച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 വീലർ എടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും കുട്ടീസ് പറഞ്ഞു അമ്മ ഞാനും വരുന്നത്. അങ്ങോട്ട് 2 പേരും കൂടി ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് അങ്ങ് പോയി. കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ കടയിൽ കയറി ഓരോ ഓർഡറാണ്. ഓരോ ചെരുപ്പ് വേണം, വലിയ ചെരുപ്പ് വേണം, വലിയ മെയ് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞ് സരിത ചേച്ചിനെ കൊണ്ടുള്ള ചെരുപ്പൊക്കെ എടുപ്പിച്ച് ഓരോ ഷൂ ഒക്കെ കുറുമ്പനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടയിലുള്ള ഓരോ സാധനങ്ങൾ, ബെൽറ്റ്, സോക്സ്, അങ്ങനെ ഒരു 2000 രൂപയ്ക്കുള്ള സാധനം എന്തായാലും പൊടിച്ചിട്ടുണ്ട് കേസ്. അപ്പം ഈ കടയുള്ളത് വടക്കഞ്ചേരിയിൽ ടൗണിലാണ്, ബൂട്ട്സാണ് കേട്ടോ ചെരുപ്പ് കട. അപ്പോൾ ചേച്ചി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാനും ഒരു ചെരുപ്പ് എടുത്തു. എന്തായാലും ചേച്ചിയെ കൊണ്ട് വിടാൻ പോയപ്പം അങ്ങനെ ഒരു ചെരുപ്പും
എനിക്കും വാങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് സോക്സ് വേണം, ബെൽറ്റ് വേണം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ്. സോക്സൊക്കെ എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇതായി വീട്ടിൽ പോകാൻ വേണ്ടി വേണം. അപ്പോൾ ഇതാണ് ചേച്ചി നിൽക്കുന്ന കടയുടെ പേര് ബോട്ട്സ് കേട്ടോ. ചേച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞ് കുട്ടീസിനും ഞങ്ങളൊക്കെ ഇതാ പോവാണ്. അങ്ങനെ ആ വീടെത്തിയപ്പോഴത്തേക്കും എന്താ നമ്മുടെ അമ്മക്കിളികൾക്ക് എല്ലാവർക്കും ഷൂ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് മേടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മക്കിളികൾ എല്ലാവരും കൂടി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അപ്പോൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അനുവായിട്ട്. അപ്പോൾ വേണ്ട, സാധനം മേടിച്ചിട്ട് വന്നാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് അമ്മക്കിളികൾ. അങ്ങനെ കുറച്ച് കടലമാവൊക്കെ മേടിച്ച് വന്നാൽ ഉള്ളി ബജിയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അനുവായിട്ടും ചെറുതായി വീണിട്ട് കൈയൊക്കെ വയ്യാതെ ഇട്ടിരിക്കുക, ബാൻഡേജൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പോയി 2 ദിവസം എല്ലാവരും കൂടി അവിടെ നിന്നു. അപ്പം എല്ലാവരും കൂടി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഹലോ, അപ്പോൾ കുറേ പേര് പൊന്നമ്മയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവരും കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ പൊന്നമ്മയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് വൈറലായി ഗെയ്സ്. അതായത് പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്തിനാണ് പൊന്നമ്മ പഞ്ചായത്ത് പണിക്ക് പോകുന്നത്? കേൾക്കട്ടെ പൊന്നമ്മ, എന്തിനാണ് പഞ്ചായത്ത് പണിക്ക് പോകണം? ഈ വയസ്സാം കാലത്ത് പണിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിയാണ്. എന്തുകൊണ്ടാണ് പൊന്നമ്മ പണിക്ക് പോകണം പഞ്ചായത്ത് പണിക്ക്? എന്ത് പറഞ്ഞു? വെറുതെ ഇരുന്നാൽ എന്ത് വരും? വെറുതെ വന്നാൽ സൂക്കടുകൾ വരും, കൈയും കാലും വേദനയുള്ളത് കൂടുതലാവും. അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കാണ്ട് പോകുന്നതാണ് അല്ലേ? പറഞ്ഞാൽ കേൾക്കാണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഇതാ ലക്ഷ്മി ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ലക്ഷ്മി അമ്മ ഇത് ചെയ്യുന്നത് പറയൂ? വെങ്കായ പൊക്കവട, ഉള്ളിപ്പൊക്കോട. നമ്മുടെ വെങ്കായം എന്ന് അതിനെ പറയാട്ടെ, ഇതിന് വെങ്കായം എന്നാ പറയാ. നിങ്ങളുടെ ഇവിടെ എന്താ ഇതിനെ പറയാ? വെങ്കായം. ഇതാ വെങ്കായ പൊക്കോട. അമ്മ പഴംപൊരി വേമ വെങ്കായ പൊക്കോടയ്ക്ക് റെഡിയാക്കുന്നു. പഴംപൊരിക്ക് പഴം, കടലമാവ്, കടലമാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഹലോ, അപ്പൊ നമ്മുടെ അമ്മക്കിളികൾ എല്ലാരും കൂടി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ പാക്കറ്റ് എടുത്ത് നിൽക്കുന്നു കൊട്ടാൻ. എങ്ങനെ കൊട്ടുകയാണ് പഴംപൊരി ആക്കാൻ വേണ്ടി എണ്ണ ഇവിടെ വെച്ചിട്ട് ചൂടോടെ പഴംപൊരി കളിക്കുകയാണ്. ലക്ഷ്മി മേമ എവിടെ പോയി? മേമക്കിളി ഹായ് പറയൂ. ഹായ്. എല്ലാം അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ കാണിക്കാം. അരിഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്ക് കഴിച്ചോളൂ, കൊഞ്ഞ മാറ്റണ്ട കഴിച്ചോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പോൾ വല്യമ്മയുടെ വീട്. അപ്പോൾ അമ്മക്കിളികളെല്ലാവരും അവിടെ പഴംപൊരിയും ഉള്ളിബജിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് നടന്നിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുളത്തിൽ പോവാണ്. അതിനടുത്തൊരു കുളമുണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. കുട്ടീസ് ഭയങ്കര ഓട്ടമാണ് കേട്ടോ. അവർക്ക് കുളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭയങ്കര ഓട്ടമാണ്, ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേഷ് ചേട്ടനും അവിടെ കുഞ്ഞിപ്പെണ്ണൊക്കെ ഇതാ പുറക്കിൽ ഇങ്ങനെ വരികയാണ് ഗൈസ്. ഇതാണ് നമ്മളങ്ങനെ കുളത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുട്ടീസിനൊക്കെ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞാൽ രാജേഷേട്ടൻ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരുത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്തു കേട്ടോ. കാരണം ദിവസം ബസ്സിനും ഇപ്പം ഇറങ്ങണം. അപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞു വേണ്ട വൈകുന്നേരം ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തന്നെ വീട്ടിലൂടെ നടക്കുകയാണ്. നമ്മുടെ പഴംപൊരിയും നമ്മളുടെ ബജ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും, ചൂടോടെ കഴിക്കാം.
പഴംപൊരി റെഡിയായോ? എവിടെ? ഇതാ കുഴച്ച് വെച്ചിരിക്കണു നമ്മുടെ വെങ്കായ പക്കോട. ഇതാ പഴംപൊരി റെഡിയായി. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവരും ആ വടകപ്പുളി നാരങ്ങാച്ചാറ്, ഇഞ്ചിപ്പുളി അച്ചാറ് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.